ഞാൻ 2 മിനിറ്റ് എടുക്കത്തുള്ളൂ സാർ. മന്ത്രി ആദ്യത്തെ തന്നെ 13 മിനിറ്റ് പറഞ്ഞു, ഇനി അദ്ദേഹത്തിന് 15 മിനിറ്റ് കിടക്കുകയാണ്. ഞാൻ അതുകൊണ്ട് സാർ 2 മിനിറ്റ് എടുക്കത്തുള്ളൂ. ഞാൻ ഒന്നും പറയുന്നില്ല സാർ. സാർ, ഈ പാലക്കാട് മെഡിക്കൽ കോളേജ് ശ്രീ രാഹുൽ മാങ്കൂട്ട് ഇവിടെ പ്രസംഗത്തിൽ പറഞ്ഞു സാർ, ആ മെഡിക്കൽ കോളേജുകളെ ആകെ തകർത്തിരിക്കുകയാണ്. സാറ് അങ്ങ് ഇവിടെ പറഞ്ഞൊരു കാര്യം ഞാൻ പറയുകയാണ് സാർ. അങ്ങ് ഇവിടെ പറഞ്ഞു ഡോക്ടർമാരുടെ മനോവീര്യം തകർക്കരുതെന്ന് സാർ. സാറ്, ഞാനൊരു സമരത്തിന്റെ പ്ലക്കാർഡിലെ ആവശ്യം വായിക്കാം. ജീവനക്കാരോടുള്ള മനുഷ്യത്വരഹിതമായ സമീപനം അവസാനിപ്പിക്കുക. ആശാ വർക്കേഴ്സിന്റെ സമരമല്ല സാർ, ഒരുപാട് കാലം മുമ്പൊന്നുമല്ല. എനിക്ക് മനസ്സിലായില്ല, അങ്ങ് ആവർത്തിച്ച് ഒരുപാട് കാലം മുമ്പുള്ള വിഷയം ഞാൻ കൊണ്ടുവന്നു. ഈ 18-ാം തീയതി അല്ലേ കേരളത്തിലെ സർക്കാർ ആശുപത്രികളിലെ ഡോക്ടർമാര് KGMOയുടെ നേതൃത്വത്തിൽ ഈ സംസ്ഥാനത്ത് പണിമുടക്കിയത്? 18, ഇന്നത്രയാ 24, 18-ാം തീയതി അങ്ങ് പറഞ്ഞു ഡോക്ടർമാരുടെ മനോവീര്യം തകർക്കരുതെന്ന്. സാർ, ആരാണ് സാർ തകർക്കുന്നത്? C&AG റിപ്പോർട്ട് എന്താണ്? Shortage of doctors against sanctioned post was noticed in all levels of hospitals under the modern system of medicine. The shortage was more severe in the case of specialist doctors. അതിൽ പറയുന്നു 1160 ഡോക്ടർ, 978 നഴ്സുമാര്, 716 പാരാമെഡിക്സ്, അങ്ങനെ 4430 അതർ സ്റ്റാഫ്. ഇത് ഞാൻ പറയുന്നതല്ല സാർ, C&AG കണ്ടെത്തിയ റിപ്പോർട്ടാണ്. അത് നടപ്പിലാക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് KGMOയെ ഇവിടെ സമരം ചെയ്യുന്നത്. സാർ, അങ്ങ് നിരന്തരമായി ഇടപെടുന്നതുകൊണ്ട് ഞാൻ എന്റെ പ്രസംഗം ചുരുക്കുകയാണ് സാർ. സാറ്, ഞാൻ പറയട്ടെ സാർ, കേരളം നിർമ്മാർജ്ജനം ചെയ്തു എന്ന് കൊണ്ടാടിയ രോഗങ്ങൾ 10 മടങ്ങ് ശക്തിയോടെ തിരിച്ചു വരികയാണ്. ലോകത്തെവിടെയും ഏത് പുതിയ രോഗം വന്നാലും അത് പടരുന്ന നാടായി സ്വയം മാറുകയും ചെയ്യുന്ന ഒരു നാടായി നമ്മുടെ നാട് മാറുകയാണ് സാർ. സ്വാതന്ത്ര്യത്തിന് മുന്നേ പുകൾപ്പെട്ട കേരളത്തിന്റെ ആരോഗ്യ മാതൃക കേരള മോഡലിന് എന്തു പറ്റിയെന്ന് ആരോഗ്യ പ്രവർത്തകർ ചോദിക്കുകയാണ് സാർ. നിപ്പ, സിക്ക, ചെള്ളുപനി, കോളറ, ജപ്പാൻ മസ്തിഷ്ക ജ്വരം, ചിക്കൻ ഗുനിയ, വെസ്റ്റ് നൈൽ പനി, മങ്കി പോക്സ്, പിന്നെ പന്നിപ്പനി, അമീബിക് മെനിഞ്ചോ എൻസെഫലൈറ്റിസ്, കരിമ്പനി, ഡെങ്കിപ്പനി, കൊരങ്ങുപനി എന്നിങ്ങനെ അപൂർവ രോഗങ്ങളുടെ തലസ്ഥാനമായി കേരളം മാറുകയാണ് സാർ. സാർ, ഞാൻ ചുരുക്കാൻ വേണ്ടിയിട്ടാണ്. നിർമ്മാർജ്ജനം ചെയ്തു എന്ന് നാം അഭിമാനിച്ച പകർച്ചവ്യാധികൾ പൂർവാധികം ശക്തിയോട് തിരിച്ചു വരികയാണ്. നിപ്പ ബാധകൾ തുടർച്ചയാണ്. പിടിച്ചുകെട്ടി ആട്ടിപ്പായിച്ചു എന്നൊക്കെ നമ്മൾ പറഞ്ഞ നിപ്പ 18 മുതൽ 24 വരെ 5 തവണ വന്നപ്പോൾ 21 പേരാണ് സാർ കേരളത്തിൽ മരിച്ചത്. എലിപ്പനി ബാധിച്ച് മരിച്ചവരുടെ എണ്ണം 400 കഴിഞ്ഞു സാർ. ഇത്രമാത്രം സാക്ഷരതയ്ക്ക് കേൾവി കേട്ട പൊതുജനാരോഗ്യ സംവിധാനമുള്ള സംസ്ഥാനത്ത് തുടക്കത്തിൽ തന്നെ രോഗനിർണയം ചെയ്താൽ എളുപ്പത്തിൽ ചികിത്സിച്ചു മാറ്റാവുന്ന രോഗങ്ങൾ പോലും നിർബാധം മരണകാരിയാവുന്നു എന്നത് അമ്പരപ്പിക്കുന്നതാണ് സാർ. അതുകൊണ്ട് രോഗനിർണയത്തിലും യഥാസമയം നൽകേണ്ട ചികിത്സയിലും നാം അടിമുടി പരാജയമാണെന്നതിന്റെ സംസാരിക്കുന്ന തെളിവുകളാണ് സാർ ഇതെല്ലാം. സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെടുകയാണ് സാർ. ബഹുമാനപ്പെട്ട തദ്ദേശ സ്വയംഭരണ എക്സൈസ് പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രി സാർ, ബഹുമാനപ്പെട്ട അംഗം ശ്രീ വിഷ്ണുനാഥ് തുടങ്ങിയത് കേരളത്തിന്റെ ആരോഗ്യ മേഖലയുടെ നേട്ടങ്ങൾ സ്വാതന്ത്ര്യപൂർവ്വ കാലത്ത് ഇതുപോലെ തന്നെയായിരുന്നു എന്ന് സ്ഥാപിക്കാൻ ശ്രമിച്ചുകൊണ്ടാണ്. സ്വാതന്ത്ര്യപൂർവ്വ കാലത്ത് തന്നെ വളരെ മെച്ചമായിരുന്നു. പിന്നീട് വന്ന കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരുകൾ ഒന്നും കെട്ടിപ്പടുത്തതൊന്നുമല്ല ഇത് എന്നാണ് അദ്ദേഹത്തിന്റെ വാദം. ഇത് ഈ കാര്യത്തിൽ മാത്രമല്ല സർ, വിഖ്യാതമായിട്ടുള്ള കേരള മോഡലിനെ എതിർത്താൻ UDF മാത്രമല്ല കേരളത്തിലെ സംഘടിത വലതുപക്ഷം എക്കാലത്തും ആശ്രയിക്കുന്ന ഒരു വാദം ഇതാണ്. എല്ലാം പണ്ടേ ഉണ്ടായിരുന്നു ഇവിടെ, പ്രത്യേകിച്ച് ഇടതുപക്ഷം വന്നിട്ടല്ല ഇതൊന്നും ഉണ്ടാക്കിയിട്ടുള്ളത്. സർ, ചില വസ്തുത അങ്ങത് പറഞ്ഞതുകൊണ്ട് നമുക്ക് നോക്കാം. 1947 എന്തായിരുന്നു കേരളത്തിലെ ആയുർദൈർഘ്യം? ഇവിടെ ഇരുന്ന് പരിശോധിച്ചപ്പോൾ നമുക്ക് കാണാൻ കഴിഞ്ഞ കാര്യം 45 വയസ്സാണ്. ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന ആയുർദൈർഘ്യം 75 വയസ്സ് കേരളം കൈവരിച്ചിരിക്കുന്നു. ഇനി കണക്കുകൾ നോക്കാന്നേ, കണക്കുകൾ നോക്കാം. മിനിസ്റ്റർ വിഷ്ണുനാഥ് അവതരിപ്പിക്കും ആരും അപ്പുറത്ത് മിണ്ടിയില്ല. അതുകൊണ്ട് പ്ലീസ് കേൾക്കുക, ആരും ബഹളം ഉണ്ടാക്കിയില്ല. അവർക്ക് അങ്ങനെയാണ് എന്ത് പറഞ്ഞാലും അപ്പ തോന്നിയാൽ അപ്പ പറയണം. കുറച്ച് ക്ഷമ കാണിക്കുന്നത് നല്ലതാണ്. നിങ്ങൾ പറയുമ്പോൾ ഇവിടെ ക്ഷമയോടെ കേട്ടിരിക്കുന്നില്ലേ? അപ്പോ ആനുപാതികമായിട്ട് ഇന്ത്യയിലാകെ ആയുർദൈർഘ്യത്തിൽ ആനുപാതികമായി ഉണ്ടായ വർധനമാണോ കേരളത്തിലുണ്ടായത്? അല്ല. കേരളത്തിന്റെ ആയുർദൈർഘ്യം ലോകത്തിലെ ഏറ്റവും വികസിതമായ രാജ്യങ്ങളുടെ ആയുർദൈർഘ്യത്തിനൊപ്പമാണ്.
ആനുപാതികമായിട്ടുള്ള വർധനവല്ല ഉണ്ടായിട്ടുള്ളത്. നിങ്ങൾ ബഹളം ഉണ്ടാക്കിയത് ഒരു പക്ഷേ അതുകൊണ്ടായിരിക്കും തോന്നുന്നു, എല്ലായിടത്തും കൂടിയിട്ടില്ല, അങ്ങനെയല്ല ഉണ്ടായിട്ടുള്ളത്. കണക്കുകൾ നോക്കൂ. ഇപ്പോൾ മാറ്റേണൽ മോർട്ടാലിറ്റി റേറ്റ്, മാതൃമരണ നിരക്ക് ഇന്ത്യയിൽ